കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമൊക്കെ ആയിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 24 അധ്യായം അതിന്റെ 17 വാക്യം. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്ത് സുപരിചിതമായ അനവധി തവണ നമ്മൾ വായിച്ച് ആത്മീയ അനുഗ്രഹം പ്രാപിക്കുകയും മറ്റുള്ളവർ ഉപദേശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ശ്രേഷ്ഠമായ വചനമാണ്. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിലെ സത്യവേദ പുസ്തകത്തിലെ എല്ലാ തിരുവെഴുത്തുകളും മാധുര്യമേറിയതാണ്. എല്ലാ തിരുവെഴുത്തുകളും എനിക്ക് മാധുര്യമേറിയതാണ്. കാരണം ഈ വചനമാണ് എന്റെ മധുരമായ അനുഭവത്തിലേക്ക്, സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക്, നീ ഒന്നുകൂടെ പറഞ്ഞ് എന്നെ സ്നേഹത്തിന്റെ ഭാഷയിലേക്ക് കൊണ്ടുവന്നത് ഈ വചനമാണ്. അതുകൊണ്ട് എനിക്ക് വചനം എല്ലാ കാലത്തും എപ്പോഴും എന്റെ ജീവിതത്തിൽ തേൻ പോലെ രുചിക്കുക. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ച വചനം എന്ന് പറയുന്നത്, അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്താ? യേശു അവരോടൊന്ന് സംസാരിക്കുക. ആരോടാണ്? അതിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു. ഹല്ലേലൂയ. റോമൻ പടയാളികൾ, യഹൂദന്മാർ, മത മേലാളന്മാർ, അന്നത്തെ ഭരണ സാമ്രാജ്യത്വം യേശുവിനെ ക്രൂശിച്ചു. അവൻ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ട് കല്ലറ മുദ്രവെച്ചു, കാവൽക്കാരെ നിർത്തി. എന്നിട്ടും 3-ാം നാൾ യേശു ഉയർത്തെഴുന്നിട്ട് മഗ്ദലക്കാരത്തി മറിയടക്കം ഹല്ലേലൂയ അനവധി ആളുകൾക്ക് പ്രത്യക്ഷമായി. അങ്ങനെ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശു വെളിപ്പെട്ട കാര്യം അവൾ തന്റെ കൂടെയുള്ള സഹോദരന്മാരോട് അറിയിച്ചു. അവർ അത് വിശ്വസിച്ചില്ല. എങ്കിലും ഹല്ലേലൂയ അവിടെ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് ലൂക്കോസ് 24 ഹല്ലേലൂയ 8-9 വാക്യം തൊട്ട് വായിക്കുമ്പോൾ, അവർ അവന്റെ വാക്ക് ഓർത്ത് കല്ലറ വിട്ട് മടങ്ങിപ്പോയി 17 പേർ മുതലായ എല്ലാവരോടും ഇത് ഒക്കെയും അറിയിച്ചു. അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ. അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. കല്ലറയ്ക്കൽ ഉണ്ടായിരുന്ന സ്ത്രീകളെല്ലാം ചെന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി. അവര് വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി. ഹല്ലേലൂയ. കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു. സംഭവിച്ചത് എന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. അതിന്റെ ഭാഗം നമുക്ക് മനസ്സിലായി. ഇവിടെ നിന്ന് ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുമ്പോൾ, അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവരെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. എന്നിട്ടാണ് നമ്മൾ വായിച്ച വചനം. അല്ലെങ്കിൽ അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത്? പ്രൈസ്. അപ്പൊ അവര് പഴയ കാര്യങ്ങളും യേശുവിനെ കുറിച്ചുണ്ടായിരുന്നതെല്ലാം ഹല്ലേലൂയ എമ്മൗസിലേക്ക് പോയ ഈ ശിഷ്യന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആരാണ് ഈ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ എന്ന് ചോദിച്ചാൽ, യേശുവിന്റെ പ്രത്യക്ഷത ക്ലെയോപ്പാവിനുണ്ടാകുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, യെരുശലേമിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് എമ്മൗസ്. 2 പേര് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലെയോപ്പാവും ഭാര്യയുമാണെന്ന് പലരും കരുതുന്നു. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം ഭാഗ്യം 16, 12, 13 ഈ പ്രത്യക്ഷതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യേശു അവരോട് നടന്ന് അവരോട് ചേർന്ന് നടന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു. യേശു അവരോട് ചേർന്ന് നടന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലാണ്. ഹല്ലേലൂയ. അപ്പൊ ക്ലെയോപ്പാവ് യേശുവിനോട് കഴിഞ്ഞ കാല ചരിത്രം മുഴുവൻ ക്ലെയോപ്പാവ് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ഇവിടെ കാണുന്നത് 21-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. അവർ ഇരുവരും കർത്താവിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിവും പരിചയവും ഉള്ളവരായിരുന്നത് കൊണ്ട് അവർക്ക് ഇതേക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിച്ചത്, എമ്മൗസിലേക്ക് പോയ ക്ലെയോപ്പാവിനോടും തന്റെ ഭാര്യയോടും യേശു സംസാരിച്ചതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ പ്രഭാതത്തിൽ യേശു നിന്നോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ.
ഞാൻ പലപ്പോഴും യേശുവിനോട് പറയാറുണ്ട്, കർത്താവേ, അല്ലെ അങ്ങയുടെ പുനരുത്ഥാനത്തിന് ശേഷമായി ശിഷ്യന്മാർ ഈ വാക്കൊക്കെ വെറും കഥ പോലെ കേട്ടെങ്കിലും പത്രോസ് ചെന്ന് കണ്ട് കല്ലറ ചെന്ന് കണ്ട് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്ന്. എന്നാൽ അന്ന് തന്നെ എമ്മൂസിലേക്ക് പോയ ആ ശിഷ്യന്മാരോട്, ക്ലെയോപ്പാവിനോട്, നിന്റെ ഭാര്യയോടും സംസാരിച്ച കർത്താവേ, എന്നോടും ഒന്ന് സംസാരിക്കണമെന്ന് ഞാൻ പല ആവർത്തികളും ദൈവത്തോട് പറയാറുണ്ട്. നിങ്ങളെങ്ങനെ പറയാറുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് നമ്മൾ ലജ്ജിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ പറയും നമ്മുടെ കർത്താവിനോടാ. അങ്ങനെ നമ്മൾ ക്ലെയോപ്പാവിനോടും അവന്റെ ഭാര്യയോടും യേശു സംസാരിച്ചെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ യേശുവിനോട് സംസാരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും യേശുവിനെ നിന്നോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. നിനക്കറിയാത്ത പല കാര്യങ്ങളും ദൈവം നിന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. നമ്മുടെ ചിന്ത നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പലത് കണ്ടും കേട്ടും പഠിച്ചും നമുക്ക് അതിനകത്ത് നല്ല നിശ്ചയമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പറയുന്ന കാര്യം മാത്രമാണ് സത്യമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും അറിയാത്ത അനവധി രഹസ്യങ്ങളുണ്ട്. അനവധി ആ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവന്റെ പേര് നസ്രായനായ യേശു എന്ന. ഹല്ലേലൂയ. അപ്പൊ ആ യേശു ഇന്ന് രാവിലെ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾ ആയിരിക്കുന്ന ദേശത്തെ, രാജ്യത്തിന്റെ, നിങ്ങളുടെ സമയക്രമീകരണമായ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എപ്പോഴാണോ ഇപ്പോൾ നിങ്ങളുടെ സമയമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറയുക, കർത്താവേ, എന്നോടൊന്ന് സംസാരിക്കണമേ. ആ ശബ്ദം ഒന്ന് കേൾക്കുവാൻ, ആ ശബ്ദം ഒന്ന് കേൾക്കുവാൻ, എനിക്കൊന്ന് ആശ്വസിക്കുവാൻ, എനിക്കൊന്ന് സന്തോഷിക്കുവാൻ, എനിക്ക് സമാധാനിക്കുവാൻ, അങ്ങയുടെ ശബ്ദം എൻ്റെ ഉള്ളിലൊന്ന് തട്ടുവാൻ, എന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ, വേദനയോടെ, സങ്കടത്തോടെ, കണ്ണുനീരോടെ ഇരിക്കുന്ന സഹോദര സഹോദരി, ദൈവം നിന്നോട് മൃദുവായ നിലയിൽ സംസാരിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നു, നിങ്ങളിൽ ആരെങ്കിലും യേശുവിന്റെ ശബ്ദം കേട്ടിട്ടുള്ളവർ ഉണ്ടായിരിക്കുമെന്ന്. ഞാനത് പറയാൻ കാരണം, ഞാൻ പലപ്പോഴും ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും കണ്ണുനീരോടും കൂടി ഇരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഹല്ലേലൂയ. അവിടെ എനിക്കെന്റെ സങ്കടങ്ങൾ പങ്കുവെക്കുവാൻ മറ്റാരുമില്ല, മറ്റാരോടും പറയാനുമില്ല. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അത് മുഴുവൻ ഞാൻ തന്നെ ഇരുന്ന് അനുഭവിക്കുക, അത് ഒരാളോടും പങ്കുവെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് പങ്കുവെക്കുവാൻ ഒരിടമുള്ളത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ യേശുവിന്റെ സങ്കടങ്ങൾ പറയാറുണ്ട്. മനുഷ്യനോട് നാം നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ ആരും അറിയരുത് സഹോദരൻ. എനിക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് ഒരു വിഷയം പറഞ്ഞ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച, നിങ്ങൾ അത് 100,000 പേരോട് പറയും. ഹല്ലേലൂയ. നിങ്ങൾ 100,000 പേരോട് പറയുമ്പോൾ ആ 100,000 പേര് അതുപോലെ 100,000 പേരോട് പറഞ്ഞാൽ അത് എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ അറിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. രഹസ്യമായ കാര്യങ്ങൾ പോലും പരസ്യമാക്കാൻ നമ്മുടെ ഇടയിൽ ആളുകൾ വളരെ സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ രഹസ്യമായ ജീവിത സാഹചര്യങ്ങൾ, നീ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ദുഃഖങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ നീ പങ്കുവെക്കാതെ നീ യേശുവിനോട് പങ്കുവെക്കുന്നെങ്കിൽ അവൻ ആ ചരിത്രം, ആ സംഭവം ആരോടും പറയില്ല. നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ യേശു അറിഞ്ഞ് നിന്നോട് സംസാരിക്കുക. അതുകൊണ്ട് ഞാൻ എന്റെ സകല വിഷയങ്ങളും യേശുവിനോട് പറയാറുണ്ട്. അപ്പം പലപ്പോഴും എന്നോട് വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടിട്ടുണ്ട്. അപ്പം വചനം എന്നോട് ഇടപെടാറുണ്ട് പലപ്പോഴും. ഈ വചനം ഇടപെടുമെന്ന് പറഞ്ഞാൽ ദൈവശബ്ദമാണ്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവശബ്ദം എന്താണെന്ന് പലർക്കും ദൈവശബ്ദം എന്താണെന്ന് ചോദിച്ച പലരും അവർക്കൊന്നും അറിയില്ല. അവർ പറയും, ഞങ്ങളങ്ങനെ കേട്ടിട്ടേ ഇല്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദര സൗരി, നീ യഥാർത്ഥത്തിൽ ദൈവിക വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിന് അടിസ്ഥാന ജീവിതം നയിക്കുന്നെങ്കിൽ, നീ കർത്താവിനോട് ചേർന്നിരിക്കുന്നെങ്കിൽ, ദൈവത്തെ നീ അറിഞ്ഞ് അവനോട് പറ്റിയിരിക്കുന്നെങ്കിൽ, നിശ്ചയമായി നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ നീ യേശുവോട് പങ്കുവെക്കുമ്പോൾ രക്തം ചെയ്യാം. അവനൊന്നെങ്കിൽ സ്വപ്നത്തിലൂടെ നിന്നോട് സംസാരിക്കും, അല്ലെങ്കിൽ ദർശനത്തിലൂടെ നിന്നോട് സംസാരിക്കും, അല്ലെങ്കിൽ വെളിപ്പാടുകൾ ദൈവം നിനക്ക് നൽകും. അല്ലാത്ത പക്ഷം നിന്നോട് ദൈവവചനം ഇടപെടും. അതും അല്ലെങ്കിൽ ദൈവദാസന്മാരിലൂടെ, ദൈവദാസിമാരിലൂടെ ദൈവത്തിന്റെ ശബ്ദം നിന്റെ കാതുകളിൽ കേൾപ്പിക്കും. ഹല്ലേലൂയ. അതിലൊക്കെ ഏറ്റവും നല്ലത് ഞാൻ കണ്ടത്, അല്ലെങ്കിൽ ഒന്നുകിൽ സ്വപ്നത്തിലൂടെ, വെളിപ്പാടിലൂടെ, ദർശനത്തിലൂടെ, ദൈവവചന ധ്യാനത്തിലൂടെ, നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്തേക്ക് നമ്മുടെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നാൽ ആ സംഭവത്തെ നമുക്ക് എത്ര ശ്രേഷ്ഠമായിരിക്കും. അപ്പം വചനം നമ്മോട് സംസാരിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിന്റെ സംഭവങ്ങളെല്ലാം ഞാൻ ദൈവത്തോട് പറയാറുണ്ട്.
നിങ്ങൾ കടന്നു പോകുന്നത് പോലെ തന്നെ ഒരുപാട് മാനസികമായ സംഘർഷങ്ങൾ എൻ്റെ ജീവിതത്തിലുമുണ്ട് സഹോദര സഹോദരി. നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യൻ ഞാൻ. എനിക്ക് ഉള്ളതുപോലെ നിങ്ങൾക്കുള്ളതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുമുണ്ടെങ്കിൽ ഞാൻ അതിനെ തരണം ചെയ്യുന്നത് ഈ വചനം മുഖാന്തരം. അപ്പൊ ഈ എമ്മൗസിലേക്ക് പോയ ക്ലെയോപ്പാവിനോടും അവന്റെ ഭാര്യയോടും യേശു സംസാരിച്ചുവെങ്കിൽ അവരോട് സംസാരിച്ചത് യേശുവിന്റെ ഈ ലോക ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും അവന്റെ മരണത്തെക്കുറിച്ചും യേശുവിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ചും പ്രവാചക വാക്കുകളെക്കുറിച്ചുമാണ് അവർക്ക് വെളിപ്പെടുത്തിയതെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തതാണ് നമുക്കത് അറിയാമെങ്കിലും ഇപ്പോൾ യേശു നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നീ കടന്നു പോകുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ്, നിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ്, നിന്റെ നീ കടന്നു പോകുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളെ നിനക്ക് അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ, ലോകം നിന്നെ കൈവിടുമ്പോൾ, ലോകക്കാരി കൈവിടുമ്പോൾ, നിന്റെ ഉറ്റവരും ഉടയൊരു സന്തത സഹചാരികളൊക്കെ നിന്നെ കൈവിട്ട് മാറിപ്പോകുമ്പോൾ, ആരും ഒരു തുണയില്ലാതെ ആശ്വാസമില്ലാതെ ആശയറ്റങ്ങളായി ആശ്വാസമില്ലാത്തവനായി കണ്ണുനീരോടെ നീ കടന്നു പോകുന്ന വ്യക്തിയാണോ ഇന്ന് പകൽ പരിശുദ്ധനോ പറയുന്നത് യേശുവിന് നിന്നോട് സംസാരിപ്പാനുണ്ട്. വിശ്വസിക്കും കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചിട്ട് നിനക്ക് എന്നോടൊപ്പം ചേർന്ന് പറയാമോ, യേശുവേ, ക്ലെയോപ്പാവിനോട് സംസാരിച്ച യേശുവേ, എന്നോടൊന്ന് സംസാരിക്കണമേ, എന്റെ വേദനകളൊന്ന് കേൾക്കണമേ, എന്റെ സങ്കടങ്ങളൊന്ന് കേൾക്കണമേ, എന്റെ കണ്ണുനീരൊന്ന് തുടയ്ക്കണമേ, ഞാൻ കടന്നു പോകുന്ന ഈ ഭയാനകമായ അനുഭവത്തിന് എനിക്കൊരു മോചനം നൽകണമെന്ന് നീ യേശുവിനോട് പറയുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജാതി നോക്കാതെ, നിറം നോക്കാതെ, മതം നോക്കാതെ, നിന്റെ സംസ്കാരം നോക്കാതെ, നിന്റെ കുടുംബം നോക്കാതെ, പാരമ്പര്യം നോക്കാതെ, നിന്റെ സൗന്ദര്യം നോക്കാതെ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നവനാണ് യേശു. ഹല്ലേലൂയ, വിശ്വസിച്ച് സ്തോത്രം പറഞ്ഞാട്ടതെ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്തേക്ക് യേശു വരുവാൻ ആഗ്രഹിക്കുക. അവൻ നിന്റെ ജീവിതത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുക. അങ്ങനെ നിങ്ങൾക്ക് യേശുവിനെ അനുഭവിക്കാൻ കഴിയുമോ? അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, അവർ ഇരുവരും കർത്താവിന്റെ കാര്യങ്ങളെ കുറിച്ച് വളരെ അറിവും പരിചയമുള്ളവരായിരുന്നു. 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ അൽഫായിയുടെ മകനായ യാക്കോബാണ്. ഈ യാക്കോബാണ്. അൽഫായി എന്നും ക്ലെയോപ്പാവ് എന്നും പറയുന്നത് ഈ യാക്കോബിനെ എന്നാണ്. അൽഫായിയുടെ മകനായിരിക്കുന്ന അല്ലെങ്കിൽ ഈ യാക്കോബാണ്, അല്ലെങ്കിൽ ഈ യാക്കോബിനെയാണ് ക്ലെയോപ്പാവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എബ്രായ ഗ്രീക്ക് പ്രയോഗങ്ങൾ അനുസരിച്ച് ഒരാളുടെ തന്നെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളായിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ക്ലെയോപ്പാവ് അൽഫായിയുടെ മകനായ യാക്കോബാണ്. നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖ വേളകൾ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അതെല്ലാം പരിഹരിക്കാൻ പറ്റുമെന്ന്. പൂർണ്ണമായിട്ടും പരിഹരിക്കും. ഹല്ലേലൂയ. കാരണം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ നമ്മൾ യേശു ക്രിസ്തുവിന്റെ നമ്മൾ പൂർണ്ണ ഹൃദയം കൊടുക്കണം. പൂർണ്ണ ഹൃദയം കൊടുത്ത് നമ്മുടെ ഹൃദയത്തിന്റെ അശുദ്ധമായ ചിന്തകളും അവിശ്വാസങ്ങളും എല്ലാം നീക്കിക്കളഞ്ഞിട്ട്, ഹല്ലേലൂയ, യേശുവിനോട് ചേർന്ന് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് നിന്നോട് ഇടപെടുവാനുണ്ട്, പരിശുദ്ധാത്മാവിനോട് സംസാരിപ്പാനുണ്ട്. ആരെയും കൈപിടിച്ചുയർത്തുവാൻ ഇല്ലാതിരിക്കുമ്പോൾ നിന്നെ കൈപിടിച്ചുയർത്തുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ താഴ്ചയിൽ നിന്നെ അവൻ ഉയർത്തുന്നവനാ. അതുകൊണ്ട് 136 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവാൻ അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന്. അത് നമ്മുടെ താഴ്ചയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര സഹോദരി, നിന്റെ താഴ്ചയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിന്നോടൊപ്പം കരയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സങ്കടം കേൾക്കുന്നവനുണ്ട്. നിന്റെ ആവശ്യങ്ങൾ അറിയുന്നവനുണ്ട്. നിന്റെ ഏത് ബുദ്ധിമുട്ടുകളെ അറിഞ്ഞ് നിന്നെ സഹായിപ്പാൻ, നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ, നീ തല താഴ്ത്തിയ സ്ഥാനത്ത് നിന്റെ തല ഉയർത്തി നിൽക്കത്തക്ക നിലയിൽ ദൈവം നിന്നെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവി, നിങ്ങളിൽ ചിലരുടെ പ്രശ്നങ്ങളെ ദൈവം പരിഹരിക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യാൻ വിശ്വാസമുണ്ടോ? വിശ്വസിക്കണം. ഇതൊക്കെ നമുക്ക് ഒരു വിശ്വാസം പ്രാർത്ഥനയാകട്ടോ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ വൈകുന്നേരം യെരുശലേമിൽ നിന്നും 7 മൈൽ ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് 2 ശിഷ്യന്മാർ നടന്നു പോയിക്കൊണ്ടിരുന്നു. 2 പേർ, ഹല്ലേലൂയ, എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും, ഹല്ലേലൂയ, അവരുടെ മധ്യേ, ഹല്ലേലൂയ, ഞാൻ വരും എന്ന വാക്കരുളിയവൻ. ഈ എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാർ നടുവിൽ യേശു വന്നു. നമ്മൾ പറയുമ്പോൾ 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവിടത്തൊക്കെ എന്ന് പറഞ്ഞ പോലെ ഈ എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന യേശു. അത് ഈ വചനം എത്ര യാഥാർത്ഥ്യം. 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ എമ്മൗസിലേക്ക് പോയി ഈ 2 പേരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ മധ്യ അവരോടൊപ്പം ചേർന്ന് നടന്നവൻ, അവരുടെ വാക്ക് കേട്ടവരുടെ സങ്കടങ്ങൾ കേട്ടവരുടെ ദുഃഖങ്ങൾ കേട്ട് അവരെ മനസ്സിലാക്കി അവസാനം അവരോടൊപ്പം വീട്ടിൽ ചെന്ന് അവന് അവർക്ക് അവനെ വെളിപ്പെടുത്തി
കൊടുത്തവൻ. ഹല്ലേലൂയ. അവൻ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഹല്ലേലൂയ നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. അപ്പൊ അവരോടുകൂടെ നടന്നുപോയി യേശുവിനെ തിരിച്ചറിയുവാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ കണ്ണുകൾ മറച്ചിരുന്നു എന്നാ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ എത്തേണ്ട സ്ഥാനത്തെത്തുമ്പോൾ പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ നമ്മൾ പുറകോട്ട് പോകും. നമ്മൾ സ്വന്തം ബുദ്ധി പ്രയോഗിക്കും. സ്വന്തം ബുദ്ധി കൊണ്ടൊന്നും ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പറഞ്ഞു, കർത്താവ് എല്ലായ്പ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്നു, എന്ത് സംസാരിക്കുന്നു എന്നവൻ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നു. നമ്മളെ 24 മണിക്കൂർ ശ്രദ്ധിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒരു മണിക്കൂറിന്റെ 60 മിനിറ്റും 60 മിനിറ്റും 1 മിനിറ്റിന്റെ 1 മൈക്രോ സെക്കൻഡ് പോലും എന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. വേറെ ആരും നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഹല്ലേലൂയ. മനുഷ്യൻ ശ്രദ്ധിക്കുന്നതെല്ലാം താൽക്കാലികമാണ്, എല്ലാം പരിമിതികളുണ്ടെന്നാൽ സ്വർഗത്തിൽ ഹല്ലേലൂയ ദൂതസഞ്ചയം, ദൂതന്മാരും ഗിരുപ്പുകളും സാറാമ്പുകളും വിശുദ്ധന്മാരും അടങ്ങിയ സംഘത്തിന്റെ നടുവിൽ സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ നമ്മളെ സദാസമയം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ എന്താണ് സംസാരിക്കുന്നത്, നമ്മൾ എന്താണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മതയോടെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടുവന്ന് മാലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 14 തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചെന്ന് കാണാൻ കഴിയും. അത് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത്. സ്വന്തം ക്ലയോപ്പാവും തന്റെ ഭാര്യയും കൂടെ ശ്രദ്ധ വെച്ച് സംസാരിച്ച കേട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അവരോടൊപ്പം ചേർന്ന് നടന്നൊരു യേശുവുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് അതേക്കുറിച്ച് വെളിപ്പെടുത്തി തരാൻ നമ്മോടൊപ്പം വരികയും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഹല്ലേലൂയ. അവൻ ദൂരത്തിൽ നിന്ന് അറിയുന്നു. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് യേശു ദൂരത്തു നിന്ന് അറിയുന്നു. ഹല്ലേലൂയ. അവിടെ വചനം വാങ്ങി എമ്മൗസിലേക്ക് പോയിക്കൊണ്ടിരുന്ന യേശു അവരെ നോക്കി, നിങ്ങൾ വഴി നടന്നും തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു എന്നാണ് നമ്മളൊന്ന് ലൂക്കോസ് 24:17 വായിച്ചത്. നമ്മൾ പലപ്പോഴും തർക്കിച്ചും ബാധിച്ചും ഒക്കെ പോകുന്നേ. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അല്ലേ? എല്ലാ കാര്യങ്ങളും അറിയത്തില്ലെങ്കിലും നമ്മൾ ഒട്ടും കുറഞ്ഞവരല്ല, നമുക്കെല്ലാം അറിയാവുന്ന പറയുന്നത്. ഞാനീ പലരോടും സംസാരിക്കാറുണ്ട്. ഞങ്ങൾക്കെല്ലാം അറിയാം. പ്രത്യേകിച്ച് സുവിശേഷമായ ചില വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ചില കൂട്ടരുണ്ട് അവരോട് എന്തെങ്കിലും അവർ ഞങ്ങൾക്കെല്ലാം അറിയാവുന്നേ പറയും. ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന പറയുന്നത്. ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങൾ വേദപുസ്തകം ഞങ്ങളുടെ വീട്ടിലുണ്ട്, വേദപുസ്തകം ഞങ്ങൾ വായിക്കാറുണ്ട്, ഞങ്ങൾക്ക് വേദപുസ്തകം എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയുന്ന ചില വ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, വേദപുസ്തകത്തിലെ ആദ്യത്തെ അധ്യായം ഏതാ? അപ്പോൾ അവർ കണ്ണുരുട്ടാൻ തുടങ്ങും. ഇനി അധ്യായം പറഞ്ഞതിന്റെ ആദ്യത്തെ വാക്യം അതും പറയാൻ അറിയത്തില്ല. നിങ്ങളുടെ വേദപുസ്തകത്തിൽ എത്ര പുസ്തകം ഉണ്ട് അതറിയത്തില്ല. യേശു പറഞ്ഞ 10 യഹോവയെ ദൈവം മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകൾ അല്ലേ? അതറിയോ? അതൊക്കെ ഞാൻ പഠിച്ചിരുന്നു, പിന്നെ അങ്ങ് മറന്നു പോയെന്നേ. അല്ലേ? അതിനൊന്നും ആവശ്യം ഇപ്പം ഇല്ലല്ലോ. അതൊക്കെ ആരനുസരിച്ച് ജീവിക്കുന്നതിനോട് സഹോദരൻ ചോദിച്ചു. യേശു പറഞ്ഞ 10 കൽപ്പന, അഥവാ യഹോവയെ ദൈവം മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പന നിങ്ങൾ പ്രമാണിക്കുന്നുണ്ടോ? നിങ്ങളതിൽ പ്രമാണിക്കാവുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉടമ്പടി ചെയ്തവനല്ലേ എന്ന് ഞാൻ ചോദ്യം. അതൊക്കെ ഇപ്പം ആരാ പാസ്സായി? അങ്ങനെ വല്ലതും ജീവിക്കാൻ പറ്റും? അതെ, അങ്ങനെയൊക്കെ ഉള്ളൊരു അവരാ പറഞ്ഞ ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിനക്കെല്ലാം അറിയത്തില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഈ തിരുവെഴുത്ത് ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. വേദപുസ്തകം എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും എടുത്തില്ല, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്നിട്ടും എല്ലാം അറിയത്തില്ല. ഞാൻ ഒരിക്കലും പറയും എനിക്കെല്ലാം അറിയാമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഞാൻ ഓരോ മെസ്സേജ് പറയാൻ ഒരുങ്ങുമ്പോൾ ആ മെസ്സേജിനകത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ വേദപുസ്തകത്തിനകത്ത് അന്വേഷിക്കുമ്പോൾ അല്ലെറിയ അങ്ങനെ വേദപുസ്തകത്തിൽ ആദ്യമോടൊപ്പം കയറിക്കിറങ്ങി വരുമ്പോൾ ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് എല്ലാ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും എനിക്ക് അറിയാവുന്ന ഞാൻ പറയത്തില്ല. ഫ്രീസറും ചിലരങ്ങനെയല്ല, എല്ലാം അറിയാവുന്നതാണ്.
അല്ലെങ്കിൽ ഞാൻ ഈ സ്തോത്രം ദൈവവചനം ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങൾ എല്ലാ ദിവസവും കുറെ ആളുകൾക്ക് അയക്കാറുണ്ട്. എനിക്കൊന്നൊരു 10-15 പേർക്ക് വെളുപ്പം കാലത്ത് അല്ലെങ്കിൽ ഒരു 3 മണി തൊട്ട് അല്ലെങ്കിൽ ഒരു 4 മണിക്ക് മുമ്പായിട്ടൊരു 10-15 പേർക്ക് അല്ലെങ്കിൽ വചനം അയക്കാറുണ്ട്. പിന്നെ അതിന്റെ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഒരുപാട് പോകാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ദൈവവചനം എല്ലാം അറിയാമെന്ന് പറയുന്ന ചിലരുടെ കയ്യിലേക്ക് ഈ വചനം ചെല്ലുമ്പോൾ അവർ പറയും, ഞങ്ങൾക്കിതൊന്നും അയക്കണ്ട കേട്ടോ, ഞങ്ങൾക്കിതെല്ലാം അറിയാം. അപ്പൊ ഞാനൊരു നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അയച്ചത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അയച്ചത്. അറിയാത്ത അനവധി ആളുകൾ കിടപ്പുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ ആ വചനം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ, പോസ്റ്റ് ചെയ്ത് കൊടുത്താൽ അവരതറിയട്ടെ. ഞങ്ങൾക്കതിനും സമയമില്ലെന്നേ, ഞങ്ങളുടെ ആളുകൾക്ക് ഞങ്ങളുടെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞ ദൈവദാസന്മാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവർക്കും എല്ലാം അറിയാവുന്നവരാ, പക്ഷെ ഒന്നും അറിയത്തില്ലെന്നേ. അല്ലെങ്കിൽ അപ്പൊ ഞാൻ ഈ ദൈവവചനം ഒരു ദിവസം വായിച്ചില്ലെങ്കിൽ എന്നെ പലരും വിളിക്കാറ്, എന്താണ് പാസ്റ്റർ ഇന്ന് വചനം വായിച്ചില്ല, വചനം കണ്ടില്ല. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ചിലർ പറയും, പാസ്റ്റർ ഞങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ്, ഇപ്പൊ ഞാൻ അതുകൊണ്ട് മലയാളം ഇംഗ്ലീഷ് ഉണ്ട്. അത് ഞാൻ മലയാളം ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് പലരുടെയും ദൈവവചനം ഞാനിവിടെ പലരും അയച്ചു തരുന്നത് ഞാൻ എടുക്കാറുണ്ട്. പലരും അയച്ചു തരുന്നത് ഞാൻ എടുത്തിട്ടാണ് പലർക്കും അയച്ചു കൊടുക്കുക. കാരണം ഇത് എന്താ അങ്ങനെ ചെയ്യുന്നത്? ഒരു ദൈവവചനം അല്ലെങ്കിൽ ഞാൻ അയച്ചോ നിങ്ങൾ അയച്ചോ എന്നുള്ളതല്ല, അത് ഒരാളുടെ കയ്യിൽ എത്തിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. ഒരു ദൈവവചനം ഒരാളുടെ കയ്യിലെത്തിക്കുക, ആ ആൾ മറ്റൊരാൾക്ക് എത്തിക്കുക, അങ്ങനെ ഈ വചനം ലോകമെമ്പാടും എത്തുക, അനേകരത് വായിക്കണമെന്നുള്ളത് നമ്മൾക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകണം. യേശു അതാണല്ലോ, നിങ്ങൾ പോയി ഭൂലോകത്തിലൊക്കെ സുവിശേഷം പ്രസംഗിപ്പി, വിശ്വസിക്കുക, സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാതെ ശിക്ഷാവിധിയിൽ അകപ്പെടും യേശു പറഞ്ഞത് അതുകൊണ്ടല്ലേ. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന വചനം നമ്മളത് നമ്മുടെ മൊബൈലിനകത്ത് സൂക്ഷിച്ചു വെക്കാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വളരെ വിശാലമായിട്ട് നമുക്ക് അനേകർക്ക് കൈമാറാൻ പറ്റുമെന്നേ. അങ്ങനെ പലർക്കും ദൈവത്തിന്റെ വചനം പ്രയോജനപ്പെടും. അതുകൊണ്ട് എല്ലാം അറിയാമെന്ന് നമ്മൾ പറയരുത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 19, 20, 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ എന്ന് ഈ എമോസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറയുക. ഹല്ലേലൂയ. ഉള്ളത് തന്നെ ഹല്ലേലൂയ എന്ന് പറയുക. സ്തോത്രം. ആമേൻ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഹല്ലേലൂയ. ആകുന്നു എന്ന് അവര് പറയുക. ഹല്ലേലൂയ. എന്താണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ? എന്നെ കേൾക്കുന്നത്, ഈ 2 ശിഷ്യന്മാരോട് ഒരാൾ ദൈവത്തിന് സകല ജനത്തിന് മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. ഹല്ലേലൂയ. മഹാപുരോഹിതന്മാരും അല്ലെങ്കിൽ ശാസ്ത്രിമാരും അവനെ ക്രൂശിച്ചു കൊന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുവാനുള്ളത്, നമ്മെ വീണ്ടെടുക്കുവാനുള്ള ഒരുവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവനെ ഈ ലോകം ക്രൂശിച്ചു. ഹല്ലേലൂയ. ഇന്നും കർത്താവായ യേശുവിനെ ക്രൂശിക്കുന്ന അനവധി ആളുകളുണ്ട്. സത്യം കഴിഞ്ഞ 2026 വർഷമായിട്ട് ഈ ലോകത്തിന് മുമ്പിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിട്ടും ഹല്ലേലൂയ സാക്ഷാൽ ദൈവമായിരുന്നവൻ ഹല്ലേലൂയ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാത്ത ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് ഭൂമിയിലേക്ക് വന്നവനാണ്. വന്ന് 33 തിരുവയസ്സോടെ ജീവിച്ചു. ഹല്ലേലൂയ. 30-ാമത്തെ വയസ്സിൽ ആരും കാണാതല്ല, ആരും കേൾക്കാതല്ല, എല്ലാവരുടെ മുമ്പിൽ പരസ്യമായ സാക്ഷ്യത്തോടുകൂടി യോഹന്നാൻ സ്നാപകനാൽ യോർദാനിൽ സ്നാനമേറ്റയുടനെ സ്വർഗം തുറന്നു. പരിശുദ്ധന്മാർ പ്രാവെന്ന പോലെ ദേഹരൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്ന് സ്വർഗം സംസാരിച്ചു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. നിങ്ങൾ മത്തായി സുവിശേഷം 3 വായിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ 3-16-18 വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ ദൈവശബ്ദം കേട്ട് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസം കഴിഞ്ഞപ്പോൾ പിശാചിനെ പരീക്ഷിച്ചു. 3 പരീക്ഷകളും യേശു ജയിച്ചു, ജയശ്രീലാളിതനായി. ഹല്ലേലൂയ. അങ്ങനെ ഈ ഭൂമിയിലേക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് ഹല്ലേലൂയ നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. ആ വചനമാണ് ഞങ്ങൾ 2026 വർഷമായിട്ടും ഈ നാളുകളിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങൾ ഇരുണ്ട കാലഘട്ടം പോലെ ആയിരുന്നു. കഴിഞ്ഞ 100 വർഷത്തിലധികമായി ഈ സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുന്ന എന്തിനാ? നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്.
എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ദേശത്തോ നിന്റെ പട്ടണത്തിനകത്തോ നിന്റെ ഭവനത്തിലേക്ക് സുവിശേഷമായി ഒരാൾ കടന്നു വന്നാൽ നിന്റെ പിരിവെടുക്കാൻ വരുന്നത്, നിന്നെ പിടിച്ചുപറിക്കാൻ, നിന്നെ അപകരിക്കാൻ വരുന്ന, നിന്നെ മതം മാറ്റാൻ വരുന്നതല്ല, നിന്റെ കുടുംബത്തിനകത്ത് ചിത്രം വരുത്താൻ വരുന്നതല്ല. നീ പാപിയാണെന്ന് തിരിച്ചറിഞ്ഞ, നീ പാപത്തിൽ വസിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ അവസാനം നിത്യ നരകമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഹല്ലേലൂയ, നിന്റെ വീണ്ടെടുപ്പുകാരൻ നസറേയനായ യേശു ക്രിസ്തു മാത്രമാണെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. പട്ടണത്തിലായാലും തിരുപ്പൂണിലും ഗ്രാമങ്ങളിലായിരുന്നാലും വീട് വീടാന്തരം കയറിയിറങ്ങിയായിരുന്നാലും വിവിധ മാധ്യമങ്ങളുടെ മീഡിയയിലൂടെ ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്. നിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഒരു മതത്തിനും ഒരു മത നേതാക്കന്മാർക്കും ഒരു രാഷ്ട്രീയക്കാർക്കും ഒരു സംഘടനകൾക്കും ഭൂമിയിൽ ഉലകത്തിലുള്ള ഒരാൾക്കും നിന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയത്തില്ല. സ്വയമായി നിനക്ക് പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിക്കാനും കഴിയത്തില്ല. ഹല്ലേലൂയ. പാപിയായ മനുഷ്യ, നിന്റെ പാപത്തിന് മോചനം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നീ വചനം കേൾക്കുമ്പോൾ വചനത്തോട് നീ മറുതലിക്കാതെ, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ വാദിച്ചും തർക്കിച്ചും പോയിക്കൊണ്ടിരുന്നപ്പോൾ അവരോടൊപ്പം ചേർന്ന് നടന്ന യേശു ആ കാലഘട്ടത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് വീണ്ടും അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ഇന്ന് പകരം ഈ വചനം നിനക്ക് വെളിപ്പെടുത്തി തരുന്നത് നിന്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ്. നിന്റെ മാനസാന്തരം കർത്താവ് അത് ആഗ്രഹിക്കുന്നത് കേട്ടോ. അല്ലേലും നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി ഈ ഭൂമിയിൽ ഒരു നീതിമാന്മാരുമില്ല. എല്ലാവരും അനീതി ചെയ്യുന്നവർ, അനീതിയുടെ അഴുക്ക് ഉള്ളവരാണ്. ഈ ഭൂമിയിൽ ആർക്കും സ്വയം നീതീകരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. നമുക്ക് നീതീകരണം നൽകുന്നത് യേശു കർത്താവ് മാത്രമാണ്. അല്ലെ അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലെ വീണ്ടും ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആമ 24 തൊട്ട് വായിക്കുമ്പോൾ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ട് അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിലേക്ക് കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും എല്ലാ തിരുവെഴുത്തുകളിലും ആമേൻ തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. യേശു പറയാണ് എമ്മൗസിലേക്ക് പോയിട്ട്, അയ്യോ മന്ദബുദ്ധികളെ, അല്ലേലിയ പറയുന്നത് എന്താണ് പഠിക്കുന്നത്? അല്ലേലിയ സ്തോത്രം. അവിടെ പറയാണ് സ്തോത്രം. അല്ലേലിയ എല്ലാം വിശ്വസിക്കുക. അയ്യോ ബുദ്ധിഹീനരെ, ഈ പ്രവാചകന്മാർ പറഞ്ഞത്, തിരുവെഴുത്ത് പറയുന്ന മോശ തുടങ്ങിയുള്ള സകല പ്രവാചകന്മാരും പറയാഞ്ഞത് വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ബുദ്ധിഹീനരെ. അപ്പൊ നമുക്ക് പലതും അറിയത്തില്ല സ്നേഹിത. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി, നീ യേശുവിനോട് ചേർന്ന് നടന്നാൽ ദൈവം നിന്നോട് മന്ദമായ രീതിയിൽ അവൻ നിന്നോട് അങ്ങ് സംസാരിക്കും. അല്ലെ ഈ തിരുവെഴുത്ത് ഞങ്ങൾ വളരെ സൗമ്യതയുടെ ഭാഷയിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൗമ്യതയിലും താഴ്വിയിലും വിനയത്തോടെയും വിനയഭാവത്തോടെയും ഒക്കെ സംസാരിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒറ്റ സംവിധാനം ഉണ്ടെങ്കിൽ സുവിശേഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ രാഷ്ട്രീയ പ്രസംഗം കണ്ടിട്ടില്ലേ? മതപ്രസംഗം കണ്ടിട്ടില്ലേ? അല്ലേലൂയ. നിങ്ങൾ അനുശോചന പ്രസംഗം കണ്ടിട്ടല്ലോ. നിങ്ങൾ അല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ പ്രതിഷേധ പ്രസംഗം കണ്ടിട്ടില്ലേ? ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ പ്രസംഗം എല്ലാം പ്രതികാര മനോഭാവത്തോടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, പ്രശ്നത്തിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്ന, മനുഷ്യ തമ്മിൽ കലഹിക്കുന്ന, അടിപിടി ഉണ്ടാക്കുന്ന, എടുപ്പിക്കുന്ന, രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്ന വാദപ്രതിവാദങ്ങൾ, തർക്കങ്ങൾ, നുണകൾ എന്നുവേണ്ട സകല തന്ത്രങ്ങളുമാണ് ഇന്നത്തെ പ്രസംഗങ്ങൾ. അല്ലെങ്കിൽ ചിലരൊക്കെ അങ്ങോട്ട് പ്രസംഗിക്കുമ്പോഴത്തേനും അങ്ങോട്ട് എന്ത് ചെയ്യും? അവരുടെ ഉള്ളിലേക്ക് വീര്യം വന്നു കഴിയുമ്പോൾ അണികളെല്ലാം കൂടെ മറ്റുള്ളവന്റെ നേരെ ആക്രോശത്തോട് ഓടിച്ചെന്ന് എന്ത് ചെയ്യും? തകർക്കുക. ഹല്ലേലൂയ. എന്നാൽ ഈ ലോകത്തിൽ ഏറ്റവും ശാന്തമായി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകരുണ്ടെങ്കിൽ അത് സുവിശേഷം പ്രസംഗിക്കുന്നവരേ ഉള്ളൂ. ഞങ്ങൾ വളരെ ശാന്തതയോടെ, വളരെ സ്നേഹത്തോടെ, വളരെ വലിയ സൗമ്യതയോടും പക്വതയോടും വിനയത്തോടും കൂടി, വിവേകത്തോടു കൂടി, ദൈവിക ജ്ഞാനത്തോടും കൂടിയാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്ക് തല്ലാനോ വെട്ടാനോ കുത്താനോ വടിയെടുക്കാനോ ആയുധം എടുക്കാനോ വടിവളെടുക്കാനോ യുദ്ധം ചെയ്യുവാനോ സമരം ചെയ്യുവാനോ കടയടപ്പിക്കാനോ എറിഞ്ഞു പൊട്ടിക്കാനോ KSRTC അടിച്ചു പൊട്ടിക്കാനോ പൊതുവരെ നശിപ്പിക്കാനോ ഞങ്ങൾക്ക് സമയമില്ല. ഹല്ലേലൂയ. ഞങ്ങളൊന്നും ചെയ്യുന്നവർ ഞങ്ങൾ വളരെ സൗമ്യതയോടെ ഈ വചനം പ്രസംഗിച്ചു. യേശു സൗമ്യതയോടെ ഈ ദൈവം പ്രസംഗിച്ചു. ആ സൗമ്യതയുടെ വചനമാണ് ഞങ്ങളുടെ ഉള്ളിൽ വന്നത്. ഞങ്ങൾ അതുകൊണ്ട് സൗമ്യതയുടെ പ്രശ്നം. അതുകൊണ്ട് ഏറ്റവും സൗമ്യമായ ഭാഷയിൽ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴേ അല്ലെങ്കിൽ നിങ്ങളെ ആക്രോശിച്ചു വരുമ്പോൾ ഓർത്തോണം,
പറയണം. ഞങ്ങളൊന്നും പറയാതെ അങ്ങ് പോകും, പക്ഷെ നിന്നോട് കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നീ ചങ്ങ് വീഴ്ച വീശയൊക്കെ ചുരുട്ടി കാമി തലക്കെട്ടോ കീട്ടി കൈയൊക്കെ ചുരുട്ടി ഉടുപ്പൊക്കെ തോർത്ത് കയറ്റി വെച്ച് മുണ്ടൊക്കെ അങ്ങോട്ട് മടക്കി കുത്തി ഇങ്ങോട്ട് വന്ന് ദേശത്തോടെ മൊബൈലൊക്കെ പിടിച്ചു വലിയ വീഡിയോ ഒക്കെ വലിയ ഫാഷൻ വലിയ ഫോഴ്സൊക്കെ കാണിച്ച് നീ ഇങ്ങോട്ട് വന്ന് അതൊക്കെ എടുത്തിട്ട് നീ ആക്രോശിച്ച് ഞങ്ങളുടെ മൊബൈലിൽ പിടിച്ചു മൈക്കും പിടിച്ചു വാങ്ങി നീ ഞങ്ങളെ ക്രൂരമായ അസഭ്യം വിളിച്ചു പറഞ്ഞ് ദൈവമക്കൾ ദൈവദാസന്മാരെ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ നീ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് നീ നല്ലവനെന്ന് നല്ല പുള്ളയെന്ന് ചമഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിന് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം ഏറ്റവും അടുത്തിരിക്കുക. ഹല്ലേലൂയ, രക്തം ചെയ്യും. അതുകൊണ്ട് ഏറ്റവും സൗമ്യതയുടെ പ്രസംഗം ഞങ്ങൾ പ്രസംഗിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് വ്യാഖ്യാനിച്ച് തരുന്നവനാണ്. നമ്മുടെ കർത്താവ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് വ്യാഖ്യാനിച്ച് തരും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരുവാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സുവിശേഷമായി നിൽക്കുന്നത്. നിങ്ങൾ മനുഷ്യർക്ക് പോലും മനസ്സിലാക്കാത്ത ചോദ്യങ്ങളുമായിട്ട് വന്നാൽ ഞങ്ങൾ അങ്ങ് ഒഴിഞ്ഞു പോകും. കാരണം ഞങ്ങൾക്ക് നിങ്ങളോട് തർക്കിച്ച് നിൽക്കാൻ സമയമില്ല. കാരണം ഞങ്ങൾക്ക് ഒരുപാട് പണിയുള്ളവരാണ്. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയുന്നവന് യേശുവാ. അപ്പം നമ്മുടെ പ്രിയ കർത്താവ് ഹല്ലേലൂയ ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നവനാകുന്നു. വന്ന ബുദ്ധിയെ മാറ്റി തെളിഞ്ഞ ബുദ്ധിയും ഹല്ലേലൂയ നൽകുന്നവനാണ്. നമ്മുടെ മന്ദബുദ്ധിയെ ദൈവം മാറ്റും. ഈ മന്ദബുദ്ധി ഉള്ളത് കൊണ്ടാണല്ലോ ഈ വചനം കേട്ടിട്ട് നിനക്കാരോടും ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നത്. നീ ഒരു മന്ദബുദ്ധി ആയതുകൊണ്ടാണല്ലോ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ രക്തം തിളയ്ക്കുന്നത്. യഥാർത്ഥ സുബോധമുള്ളവനാണ്, സുബോധ ബുദ്ധിയിൽ ജീവിക്കുന്നവനാണെങ്കിൽ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കും. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതിന് ഭയങ്കര കള്ളുകുടിക്കനാണ്. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര കള്ളുകുടിക്കനും ഭയങ്കര പ്രശ്നക്കാരും പ്രതിസന്ധി ഉണ്ടാക്കുന്നവനാ. അല്ലേലും യശോദ അന്ന് പറഞ്ഞ് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയത്തില്ല. ഞാൻ കത്തോലിക്കനാണെങ്കിൽ എനിക്ക് വേദപുസ്തകം അറിയത്തുമില്ല. പള്ളി എന്താണെന്ന് പറയത്തില്ല, പള്ളിയിലെ വിവരങ്ങളും അറിയത്തില്ല. ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലാതൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുള്ളതിൻ്റെ എൻ്റെ മുമ്പിൽ മനുഷ്യർക്കാർക്കും അങ്ങോട്ട് പറയാൻ പറ്റിയതില്ല. അല്ലേലിയ. പിന്നെ ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോഴാണ് എനിക്ക് അറിയാത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചില ദൈവദാസന്മാരോടൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങളെ അവർ എനിക്ക് തെളിയിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനാ മന്ദബുദ്ധിയെന്ന്. ഹല്ലേലൂയ. മന്ദബുദ്ധിയായിരുന്ന ഞാനാണ് എന്നോട് സംസാരിച്ചവരെല്ലാം ഞാൻ തർക്കിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മന്ദബുദ്ധിയായ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിന്റെ വചനം വന്നപ്പോൾ, സുബോധത്തിന്റെ ആത്മ വന്നപ്പോൾ എൻ്റെ മന്ദബുദ്ധിയെ മാറ്റിയിട്ട് സുബോധമുള്ളവനാക്കി തീർത്തപ്പോൾ ഞാൻ തിരുവെഴുത്ത് വായിക്കാനും പഠിക്കാനും കഴിഞ്ഞു. അങ്ങനെ വായിച്ചു പഠിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും മഹാഭാവിയാണെന്ന് മനസ്സിലായത്. അല്ലേ? പിന്നെ ആ ദൈവത്തിനെ വായിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി, കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എനിക്കറിയാത്ത കാര്യങ്ങളെ കർത്താവ് പറഞ്ഞു തരാൻ തുടങ്ങി. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാപിതാ, നിനക്കറിയാത്ത കാര്യങ്ങളെ പറഞ്ഞു തരാൻ യേശുവിന് കഴിയും. അല്ലേലൂയ. നിനക്കെല്ലാം അറിയാമെന്ന് നീ പറയരുത്. അല്ലേലൂയ. നമുക്ക് എന്തോ അറിയാം, സ്തോത്രം. നമുക്കൊന്നും അറിയില്ല. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട്. നിന്റെ ഭവനത്തിലെ എല്ലാ കാര്യങ്ങൾ പോലും നിനക്കറിയത്തില്ലല്ലോ. ചിലർ പറയും, എനിക്കെൻ്റെ ഭവനത്തെ എനിക്കെൻ്റെ ഭാര്യ നന്നായിട്ട് അറിയാം, എനിക്കെൻ്റെ ഭർത്താവിനെ നന്നായിട്ട് അറിയാം, എനിക്കെൻ്റെ മക്കളെ നന്നായിട്ട് അറിയാം. ശരി, നിനക്ക് അറിയാമെന്ന് പറഞ്ഞ നിന്റെ ആ പൊങ്ങച്ചത്. എനിക്കെൻ്റെ ഭാര്യയെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ ഭർത്താവ് ആ വീട്ടിൽ ചെല്ലും ഭാര്യ വേറെ ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന്. എനിക്കെൻ്റെ ഭർത്താവിനെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് ഭാര്യ വീട്ടിലും ഭർത്താവ് വേറെ കാമുകിലൂടെ പോയെന്ന്. അപ്പം നിനക്കത് എന്താ നന്നായെന്ന് അറിയാവുന്ന ചില അപ്പനമ്മ എനിക്കെൻ്റെ മക്കളെ നന്നായിട്ടറിയാം. മക്കളൊരു 10+2 കഴിഞ്ഞപ്പം വേറെ ചെറുക്കൻ്റെ ഓടിപ്പോയി. അപ്പനും അമ്മയ്ക്കും മക്കളെ നന്നായിട്ട് അറിയാമായിരുന്നെങ്കിൽ മക്കളോടി പോകും. പിന്നെ നിനക്ക് എന്തോ അറിയാണ്ടാ. അച്ഛൻ പറയും, എനിക്കെൻ്റെ മക്കളെ നന്നായിട്ട് അറിയാം. അവൻ വീടി വലിക്കത്തില്ല, അവൻ സിഗരറ്റ് ഒന്നും വലിക്കത്തില്ല. സ്കൂളിന്റെ പരിസരത്തും കടയുടെ മൂലയ്ക്ക് ചെന്ന ഇവൻ ചുണ്ടിനെ സിഗരറ്റും വലിച്ചുകൊണ്ട് മയക്കുവിനെ തമ്പാക്കത്തിൽ നിൽക്കുന്നത് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്നവർ, നിനക്ക് നിന്റെ കുടുംബത്തിലുള്ളവരുടെ വിഷയങ്ങളെ പോലും നന്നായിട്ട് അറിയത്തില്ല. നിന്റെ കുടുംബത്തിൽ നീയും നിന്റെ ഭാര്യയും ഹല്ലേലൂയ, സഹോദരനും സഹോദരിയും, അപ്പനും അമ്മയും മക്കളും മരുമോളും അടങ്ങിയിരിക്കുന്ന കൂട്ടുകുടുംബത്തിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നിനക്കറിയത്തില്ല.
അല്ലേ? പ്രത്യേകിച്ച് ഈ മൊബൈൽ എല്ലാവരുടെയും കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇനി ആർക്കും ആരെയും അറിയത്തില്ല. എല്ലാം രഹസ്യ ബന്ധങ്ങളാണ്, രഹസ്യ തീരുമാനങ്ങളെല്ലാം. മനുഷ്യന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ വലിയ ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ട് സ്വന്തം ഭാര്യ ഭർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ മറ്റു പുരുഷനുമായിട്ട് ആശയവിനിമയം നടത്തും. ഒരു കിടക്കിയിലായിരിക്കുമ്പോൾ മറ്റുള്ളൊരു ആശയവിനിമയം ചാറ്റിങ്ങിലൂടെ. അപ്പം പിന്നെ നമുക്കെല്ലാം അറിയാവും. അതുകൊണ്ട് നിനക്കെല്ലാം അറിയത്തില്ല. എല്ലാം അറിയാമെന്ന് പറയരുത്. അറിയത്തില്ലാത്ത കാര്യങ്ങളെ ചോദിച്ചറിയുവാൻ യേശുവുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു, ഇന്നും അറിയില്ല. എനിക്ക് ഇന്നും അറിയാത്ത കാര്യങ്ങളെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നത് എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവരോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. എന്താണ് പാസ്റ്ററെ അവിടെ എഴുതിയിരിക്കുന്നത്, എന്താണ് അതിന്റെ അർത്ഥം, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. എനിക്കതൊരു ലക്ഷ്യമൊന്നും അല്ല, എനിക്കൊരു അപമാനക്കുറവല്ല. എനിക്കറിയാത്ത കാര്യങ്ങൾ പിന്നെ ഞാൻ ചോദിക്കണ്ടേ? ഹല്ലേലൂയ. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും. പിന്നെ ഞാൻ എന്റെ പ്രാർത്ഥന മുറിക്കകത്ത് തിരികും. ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ആ വചനത്തിൽ എന്താണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്, ആ വചനത്തിൽ എന്താണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്? എനിക്കത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് കർത്താവ് എനിക്കൊന്ന് വ്യാഖ്യാനിച്ച് നൽകണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് കൂടെ ഇത് സഹായിച്ചിട്ട് ആ വചനത്തിന്റെ വെളിപ്പാടുകൾ തരാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ എമ്മോസിലേക്ക് പോയ ഈ ശിഷ്യന്മാർക്ക് കർത്താവ് പിന്നത്തേലും എന്ത് ചെയ്തു? സകലവും വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന് പകൽ നിനക്കറിയാത്ത കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിനക്കറിയാത്ത കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. ചില രഹസ്യങ്ങൾ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തുണ്ട്. അല്ലേരിയ, നിന്റെ ജീവിതത്തിൽ ചില രഹസ്യങ്ങളുണ്ട്. ആരും അറിയാതെ നീ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവം പരിചയമാകും കേട്ടോ. അല്ലേരിയ, അതുകൊണ്ട് ഒരു ദൈവത്തിന്റെ പൈതൽ എപ്പോഴും സൂക്ഷിച്ചു വേണം. അല്ലേരിയ, ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലേയ, നമ്മുടെ കർത്താവിനോട് നമ്മളെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. അല്ലേയ, നമ്മൾ ബോധത്തിലേക്ക് വരണം. വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവം ജ്ഞാനം തരും. അല്ലേ? വിശ്വസിക്കുന്നവർക്ക് ദൈവം ദൈവികമായ ജ്ഞാനം തരും. ഈ ദൈവവചനം വായിക്കാനും പഠിക്കാനും ഒക്കെ അങ്ങ് അമേരിക്കയിൽ പോയി പഠിക്കണമെന്നില്ല. അല്ലേ? അങ്ങ് അമേരിക്കയിലോ ഇറ്റലിയിലോ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ വലിയ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കണമെന്നില്ല. ദൈവവചനം അറിയത്തില്ലെങ്കിൽ നാം ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരും. അല്ലെ? എന്നും കണ്ടത് പഠിക്കേണ്ടതല്ല. നമുക്ക് ആ സമയമുണ്ടെങ്കിൽ നമ്മൾ പോയി നന്നായിട്ട് സെമിനാരികളിൽ ദൈവവചനം പഠിക്കുകയും ചെയ്യണം. ചിലർ പറയും, ഞാനിതൊന്നും 10 ദിവസമൊന്നും പഠിച്ചിട്ടില്ല, 10 ദിവസം കോളേജിൽ പോയിട്ടില്ല, യൂണിവേഴ്സിറ്റി ഒന്നും കണ്ടിട്ടില്ല, 10 ദിവസം പ്രസംഗിച്ചില്ല എന്നൊക്കെ. അതൊക്കെ ചില മന്ദബുദ്ധികളായിരിക്കുന്ന ആളുകൾ ഇന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ 10 ദിവസത്തിനെ കുറിച്ചൊക്കെ ശരിക്കും പഠിച്ചു നോക്കി, എന്താ അങ്ങനെയൊക്കെ സംഭവിക്കാൻ. നമുക്ക് അറിയേണ്ടതൊക്കെ മറ്റൊരാളും ചോദിച്ചറിയണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം നമുക്ക് കണ്ടെത്തണം. നമുക്ക് സ്വന്തമായിട്ടാണ് നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചറിയണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തോട് നമ്മൾ വിശ്വസിക്കുന്നതിന് ദൈവം നമുക്ക് ജ്ഞാനം പകർന്നു തരും. ദൈവികമായ ജ്ഞാനത്താൽ അവൻ നമ്മുടെ മനസ്സിനെ ഉണർത്തും. ഹല്ലേലൂയ. ദൈവമായ ജ്ഞാനത്താൽ അവൻ നമ്മുടെ മനസ്സിനെ ഉണർത്തും. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നമ്മൾ മർക്കോസിന്റെ 16 വായിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവർക്ക്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ വിശ്വസിക്കണം. അല്ലെങ്കിൽ വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ. നിങ്ങൾ ഇതൊക്കെ യേശു പറയുമ്പോൾ ഈ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശുവിനെ അതുവരെ മനസ്സിലായിട്ടില്ല. വീണ്ടും നമ്മൾ ദൈവത്തിനും വായിക്കുമ്പോൾ സ്തോത്രം. ലൂക്കോസ് 24 30-31 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ഹല്ലേലൂയ. അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് ഈ ക്ലയോപ്പം കാര്യങ്ങൾ പറയാം. അപ്പൊ അവർ അങ്ങനെ താമസിക്കുന്ന വീട്ടിൽ ചെന്നു. ദിവസം വീട്ടിൽ ചെന്നപ്പോൾ യേശു അപ്പം എടുത്ത് നുറുക്കി അവർക്ക് കൊടുത്തു. അവർ തിന്നപ്പോൾ അവിടെ കണ്ണു തുറന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഞങ്ങളോട് കൂടെ നടന്നവൻ, ഞങ്ങളോട് സംസാരിച്ചവൻ, തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ച് തന്നവൻ, തിരുവെഴുത്തുകളെ വെളിപ്പെടുത്തി തന്നവൻ, തിരുവെഴുത്തുകളെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാത്തത് പറഞ്ഞു തന്നവൻ, ഞങ്ങളെ വെളിപ്പെടുത്തി തന്നവൻ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ടില്ല.
അവൻ കല്ലറകളെ ഭേദിച്ചുയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അവൻ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് വെളിപ്പെട്ടു, 11 ശിഷ്യർക്ക് വെളിപ്പെട്ടു, നമുക്കും വെളിപ്പെട്ടത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ആ സത്യമാണ് സ്വഭാവി ഞങ്ങൾ വിളിച്ചു പറയുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റവന്, മരിച്ചവരിൽ ആദിജാതനായി ഉയർത്തെഴുന്നേറ്റ ഒരുവനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഇന്നാണ് ഞാനിത് പറഞ്ഞു പോയി, മരിച്ചവരിൽ ആദിജാതൻ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചെല്ലു വാദിച്ചു. ലാസർ ഉയർത്തില്ലേ, തമീത ഉയർത്തില്ലേ, ഹല്ലേലൂയ. ആമീൻ. നൈലിലെ വിധവയുടെ മകൻ ഉയർത്തില്ലേ, യായിറോസിന്റെ മകൻ ഉയർത്തില്ലേ, ഹല്ലേലൂയ. യുത്തിക്കോസ് ഉയർത്തില്ലേ. ഇതൊക്കെ എന്നോട് പല ചോദിച്ചു. ഞാനോട് പറഞ്ഞു, അവർക്ക് ഉയർത്തെഴുന്നിട്ട് ശരി, അവർക്കൊക്കെ യേശു ഉയർപ്പിച്ചവരുണ്ട്, പത്രോസ് ഉയർപ്പിച്ചവരുണ്ട്, പൗലോസ് ഉയർപ്പിച്ചവരുണ്ട്, ഹല്ലേലൂയ. അവരൊക്കെ എഴുന്നേൽപ്പിച്ചു. പക്ഷെ അവരൊക്കെ വീണ്ടും മരിച്ചു. പിന്നെ ഞാനോട് സ്മിത്ത് വിഗിസ്വർത്ത് എന്ന് പറയുന്ന നല്ലൊരു സുവിശേഷകനുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയടങ്ങി 21 പേരെ ഉയർപ്പിച്ചു. അവരെല്ലാം മരിച്ചതേ, അവരെല്ലാം വീണ്ടും മരിച്ചു നിദ്ര കൊള്ളുക. എന്നാൽ മരിച്ചവരിൽ ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റ് ആമീൻ മരണമില്ലാതെ പിതാവിന്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി, ഹല്ലേലൂയ. ആമീൻ. യേശു അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷമായി. ഹല്ലേലൂയ. അതെ, നിന്റെ കാര്യങ്ങളെ മുഴുവൻ തെളിയിച്ച് തന്നിട്ട് അവൻ നിന്നെ വിട്ടു പോവുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, യേശുവിനെ ധരിപ്പിച്ചു കൊടുക്കാമോ? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവനെ അറിയുവാനായി ആഗ്രഹിച്ചു. എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാനിപ്പോഴും എല്ലാം ചെയ്യണമെന്ന് എണ്ണുന്നു എന്നാണ് ഫിലിപ്പി ലേഖനം 3:8 പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം എല്ലാം പൗലോസ് എന്ത് ചെയ്തു? ഛേദമെന്നെണ്ണി. അതെ, നീ വിടേണ്ടതിനെ മുഴുവൻ വിട്ടു വന്നാൽ കർത്താവിനോട് കൂടിയിരിക്കും. എന്ത് അമ്മയിപ്പ എന്നെ കേൾക്കുന്ന സഹോദര, നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ അറിയണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകണം. ക്രിസ്തുവിനെ അറിയണം, അവനോട് സംസാരിക്കണം, അവനോടൊപ്പം നടക്കണം, അവനോടൊപ്പം ജീവിക്കണം. ഹല്ലേലൂയ. അവന്റെ വരവെങ്കിൽ എനിക്ക് എടുക്കപ്പെടണം, ഹല്ലേലൂയ എന്ന് നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ്, മരിച്ചു ആദ്യഫലം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കണം. അല്ലെ, ആ മരിച്ച ദൈവമല്ല, അവൻ ജീവിക്കുന്ന ദൈവം, അവൻ കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാ. മനുഷ്യന്റെ ആവശ്യങ്ങളിലേക്ക്, നിന്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവനാ. അതുകൊണ്ട് ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കലങ്ങിയ കണ്ണുമായി നുറങ്ങിയ ഹൃദയത്തോടെ എത്ര കാലമായി നീ കടന്നു പോകുന്നത്? നിന്റെ വിഷയങ്ങൾ നീ എത്രയോ പേരോട് അവതരിപ്പിച്ചു, നിന്റെ വിഷയങ്ങൾ എത്രയോ പേരോട് സംസാരിച്ചു. ആരെങ്കിലും നിനക്ക് ശാശ്വതമായി മറുപടി തന്നോ? ആരെങ്കിലും നിന്റെ സമാധാനത്തിൽ കൈപിടിച്ച് നടത്തിയോ? ചിലരൊക്കെ നിന്റെ വാക്കുകൾ കേട്ട് നിന്ദിച്ചതല്ലേ ഉള്ളൂ, പരിഹസിച്ചതല്ലേ. ചിലർ നിന്റെ വാക്കുകൾ കേട്ട് മറ്റുള്ള പറഞ്ഞ് നിന്നെ അപമാനിച്ചതല്ലേ ഉള്ളൂ. നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കഴിയാതെ, ഹല്ലേലൂയ, നിന്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കഴിയാതെ ഇന്ന് നീ ഭാരപ്പെടുകയാണോ? പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുകയാണോ? ജീവിതം മടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന ചിലരോട് പറയട്ടെ, എന്തിന് ജീവിക്കുന്നു, എന്തിനിങ്ങനെ മുന്നോട്ട് പോകുന്നു, നാളെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടുന്ന അനുഭവത്തിലാണോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, മരിച്ചു ആദിജാതനായി ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് നിനക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നുണ്ട്. അവൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പ്രഭാതത്തിൽ എഴുതിട്ട് നിന്നോട് പറയട്ടെ, ഞാൻ ഈ പ്രഭാതത്തിൽ എഴുതിട്ട് ഒരുപാട് സങ്കടത്തോടു കൂടിയാണ്. ഹല്ലേലൂയ. പ്രഭാതം പറഞ്ഞാൽ 3 മണിക്ക് എഴുതിട്ടില്ല കേട്ടോ. 3 മണിക്ക് എണീറ്റ് എന്നും അങ്ങനെ. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര ഭാരം. 3 മണിക്ക് ഇന്ന് രാവിലെ ഇരുന്ന് ഭയങ്കര ഭാരം. അപ്പൊ ആദ്യം എന്റെ മനസ്സിൽ വന്നത്, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്നാ. ഞാൻ പറഞ്ഞു, വിചാരം എന്ന് പറഞ്ഞു. രാവിലെ എന്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞു, വിചാരം, നീ എനക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ദേശീയല്ല ജീവിക്കുന്നത്. അങ്ങനെ ചിലപ്പോൾ പിശാചൊക്കെ വരുമെന്ന്. ഞാൻ ഈ ദൈവത്തിന് പ്രസംഗിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ചില സാത്താൻ ചില തന്ത്രങ്ങൾ കൂടെ നമ്മുടെ മനസ്സിനെ തകർക്കാൻ ശ്രമിക്കും. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു, പിശാചി എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ അനുഗമിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുക. അങ്ങ് എന്നോട് സംസാരിക്കണം, എനിക്ക് അങ്ങോട്ട് സംസാരിക്കണം. അങ്ങ് എന്നോട് കൂടെ ഇരിക്കണം, എനിക്ക് അങ്ങോട്ട് കൂടെ ഇരിക്കണം. അങ്ങ് എന്നോട് കൂടെ നടക്കണം, എനിക്ക് അങ്ങോട്ട് കൂടെ നടക്കണം. അങ്ങ് എന്നിൽ ജീവിക്കണം, എനിക്ക് അങ്ങയിൽ ജീവിക്കണം എന്നൊക്കെ ഞാൻ പിന്നെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. നമ്മൾ അങ്ങനെ വേണം കേട്ടോ. അല്ലെങ്കിൽ ലോകത്തിലാരും വിശ്വസ്തരല്ല. ഹല്ലേലൂയ. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് വളരെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യമോസിലേക്ക് പോയ ശിഷ്യന്മാരോട് സംസാരിച്ച ദൈവമേ, ഈ ജനത്തോട് സംസാരിക്കണമേ. കലങ്ങിയ കണ്ണുമായി ഹൃദയവേദനയുടെ ദുഃഖത്തോടെ, വേദനയുടെ സങ്കടത്തോടെ ആയിരിക്കുന്ന ചില ജീവിതങ്ങളുടെ ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ മകൾക്ക് ഇടപെട്ടവരുടെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നൽകണമേ. ജീവിതത്തിൽ കടങ്ങൾ, ബാധ്യതകൾ, പ്രയാസം, സങ്കടം, ദുഃഖം, രോഗങ്ങൾ, നിരാശകൾ, പാപശാപ, വിവിധ തലങ്ങളിൽ കഷ്ടപ്പെടുന്നവർ, ജോലിയില്ലാതെ, സാമ്പത്തിക
കടക്കണിയിലൂടെ ആമേൻ ജീവിതത്തിന്റെ നാലാ മേഖലയിലും അടയപ്പെട്ട് കിടക്കുമ്പോൾ ഒരു വഴി തുറക്കണം. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, എല്ലാം പെരുകി മനുഷ്യന്റെ ജീവിതം കേരളത്തിലും ദേശത്തും എല്ലാം തകർന്നു കിടക്കുമ്പോൾ മനുഷ്യന് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു അറിയാൻ കഴിയാതെ മാനസികമായി തകർന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ജനത്തോട് സംസാരിക്കണമേ. അവർ നിരാശകളെ മാറ്റണമേ, അവരുടെ സങ്കടങ്ങളെ മാറ്റണമേ, അവർ തർക്കിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കണമേ. അവരെ സുബോധത്തിന്റെ ആത്മാവിലേക്ക് മടക്കി വരുത്തുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമക്കളെ, ദൈവദാസന്മാരെ ഭൂമിയുടെ അറ്റത്തോളം ആയിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെ ഏൽപ്പിക്കുന്നു. സകല ജനത്തെ കേരളത്തിലെ 800 കോടി ജനത്തിന് സകല ഭരണാധിപന്മാരെയും ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് സകലത്തിനും നീതി വെളിപ്പെടാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.